ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് DRDO പുതിയ സയൻറ്റിസ്റ്റ് പോസ്റ്റിലേക്ക് 167 വേക്കൻസിയിലേക്ക് ഇപ്പോൾ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാൻഡേറ്ററി ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് July 10, 2020 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നമ്മൾ ഏത് വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RAC വെബ്സൈറ്റായ rac.gov.in അല്ലെങ്കിൽ drdo.gov.in വഴി നമുക്ക് അപേക്ഷിക്കാം. ഇതിലെന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇയേഴ്സ് ഹാവ് അപ്പിയർഡ് ഇൻ ദെയർ ഫൈനൽ ഇയർ എക്സാമിനേഷൻ അത് വേണമെന്നുണ്ടെങ്കിലും അവർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളത് വളരെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ ഫ്രം ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് BTechകാർക്കും MTechകാർക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് B എന്നുള്ള പോസ്റ്റിലേക്കാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സാലറി എന്ന് പറയുന്നത് മെട്രോ ടൗണിൽ നിങ്ങൾക്ക് ഏകദേശം 80,000 80,000 രൂപയോളം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇത് ഏതൊക്കെ ബ്രാഞ്ചുകളിലാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്കും എഞ്ചിനീയറിംഗ് അല്ലാത്ത വിഭാഗക്കാർക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലെന്തായാലും ത്രൂ ഓൺലി വാലിഡ് ഗേറ്റ് സ്കോർ ഉള്ളവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഓരോ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനായിട്ട് നോക്കാം. ആദ്യം നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ്, എഞ്ചിനീയറിംഗ് ആണ് ആദ്യത്തെ സെക്ഷൻ. അതിൽ നമുക്ക് ടോട്ടലി 37 വേക്കൻസീസ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ ഓരോ വിഭാഗക്കാർക്കും എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് ഇതിൽ വൃത്തിയായി കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. അതിനുശേഷം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഇൻ ബാച്ചിലർ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. പറഞ്ഞാൽ ECE ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. അത് കൂടാതെ ഒരു ക്വാളിഫിക്കേഷൻസ് കൂടെ വേണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി എന്നാണ്. അപ്ലിക്കേഷൻ മസ്റ്റ് ആൾസോ ഫുൾഫിൽ വൺ ഓഫ് ദി അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ വാലിഡ് ഗേറ്റ് സ്കോർ വേണം. അത് EC എന്നുള്ള കോഡിലായിരിക്കണം അതിൻ്റെ വാലിഡ് ഗേറ്റ് സ്കോർ. അതല്ലെങ്കിൽ IITയിലോ NITയിലോ അതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയോ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയോ 80% മിനിമം അഗ്രിഗേറ്റ് മാർക്കുള്ളവർക്കാണ് നമുക്ക് അപേക്ഷിക്കാൻ പരിഗണന ഉള്ളത്. അതിൽ നമുക്ക് ഇത്രയും വിഭാഗക്കാരാണ് EC ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കണക്കാക്കുന്നത്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അങ്ങനെ നിറയുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇവിടെ റേഡിയോ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് വരെയുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ കാര്യം ചെയ്യാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള ഏതിൽ വേണമെന്നുണ്ടെങ്കിലും അതിൽ അവർക്ക് അപേക്ഷിക്കാം. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മെക്കാനിക്കൽ എഞ്ചിനീയറുകൾക്ക് ടോട്ടലി 35 വേക്കൻസീസ് ആണ് അതിലുള്ളത്. അവിടെയും നമുക്ക് അതേ നമ്മൾ EC ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ട അതേ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് ഇവിടെയും വേണ്ടത്. ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് വേണം. അതേപോലെ ഗേറ്റ് സ്കോറോ അല്ലെങ്കിൽ NITയിലോ IITയിലോ മിനിമം 80% മാർക്ക് വേണം. അതിൽ പക്ഷേ 3 ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസുകാർക്കും അവിടെ അവസരമുണ്ട്. ടോട്ടലി 31 വേക്കൻസീസ് ആണ് അവർക്കുള്ളത്. 31 വേക്കൻസീസ് നമുക്ക് നോക്കുമ്പോൾ വീണ്ടും അതേപോലെ ഗേറ്റ് സ്കോർ വേണം എന്ന് പറയുന്നുണ്ട്. CS ആണ് കോഡുള്ള ഗേറ്റ് സ്കോറാണ്, വാലിഡ് ഗേറ്റ് സ്കോറാണ് വേണ്ടത്. അല്ലെങ്കിൽ അതേപോലെ NITയിലും IITയിലും ഉള്ള മിനിമം 80% ഓഫ് അഗ്രിഗേറ്റ് മാർക്ക്. അതേപോലെ ഇവിടെ മേലെ മെക്കാനിക്കലുകാർക്കും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരുടെ കോഡ് എന്തായിരിക്കും, ME എന്നുള്ള കോഡായിരിക്കണം. അതുപോലെ ഇലക്ട്രോണിക്സുകാർക്കും പ്രത്യേകം ഒരു കോഡ് പറഞ്ഞിട്ടുണ്ട്. EC എന്ന് പറഞ്ഞിട്ടുള്ള കോഡിലുള്ള ഗേറ്റ് സ്കോറുകൾ മാത്രമേ അതിൽ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗുകാർക്ക് ഇത്രയും വിഭാഗക്കാർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ എല്ലാം ഒരുവിധം ബന്ധപ്പെട്ട എല്ലാ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡുകാർക്കും ഇതിൽ അപേക്ഷിക്കാൻ പറ്റും. അതേപോലെ പാർട്ട് 2 എന്ന് പറയുന്നതിൽ ആണ് വീണ്ടും ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുകാർക്ക് അവസരമുണ്ട്. ഇതിൽ മൊത്തം 12 വേക്കൻസീസാണ് നമുക്കുള്ളത്. ഇവർക്ക് വാലിഡ് ഗേറ്റ് സ്കോർ മാത്രമാണ് കൂടെ ഒരു ഓപ്ഷനായിട്ട് കൊടുക്കുന്നത്. കാരണം ഫസ്റ്റ് ക്ലാസ് വിത്ത് ഇൻ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിങ്ങിനും വിത്ത് വാലിഡ് ഗേറ്റ് സ്കോറും ഇതിൽ IITയും NITയും എന്നുള്ള ആ ഒരു മാനദണ്ഡം ഇതിൽ ചോദിക്കുന്നില്ല.
ഇതേപോലെ ഏതൊക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുകാർക്കാണ് ഇത് അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പവർ സിസ്റ്റം, ഇലക്ട്രോണിക്സ്, റിന്യൂവബിൾ എനർജി, പവർ എഞ്ചിനീയറിംഗ്, പവർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ വിത്ത് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ളവർക്കെല്ലാം ഇതിൽ അപേക്ഷിക്കും. അതേപോലെ മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെറ്റലർജി എഞ്ചിനീയറിംഗ്, ഇതിൽ ടോട്ടലി 10 വേക്കൻസീസ് ആണ് നമുക്കുള്ളത്. അതേപോലെ ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ്, ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ എഞ്ചിനീയറിംഗ് വിത്ത് ഇക്വലൻ്റോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് അറ്റ് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. ഇതിൽ നമുക്ക് ഗേറ്റ് സ്കോർ വേണ്ടത് MT എന്ന് പറഞ്ഞിട്ടുള്ള ഗേറ്റ് സ്കോറാണ് വേണ്ടത്. കാരണം മെറ്റലർജിയൽ എഞ്ചിനീയറിംഗ് ഇതേപോലെ 5 വിഭാഗക്കാർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ ടെക്നോളജി, മെറ്റലർജി അങ്ങനെ മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള എല്ലാ വിഭാഗക്കാർക്കും ഇത് അപേക്ഷിക്കാം. അതല്ലാതെ എഞ്ചിനീയറിംഗ് അല്ലാത്ത 2 വിഭാഗക്കാർക്ക് കൂടെ ഇവിടെ നമുക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി. ഇതേപോലെ 8 വേക്കൻസീസും ഇതേപോലെ 7 വേക്കൻസീസും ഉണ്ട്. അതേപോലെ ഫിസിക്സിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫസ്റ്റ് ക്ലാസ് കിട്ടിയിരിക്കണം. അതേപോലെ വാലിഡ് ഗേറ്റ് സ്കോർ വേണം. അതേപോലെ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അപേക്ഷിക്കാം. അതേപോലെ കെമിസ്ട്രിയിലും ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് അപേക്ഷിക്കാം. അവർ ഗേറ്റ് സ്കോറിൻ്റെ കോഡ് എന്ന് പറയുന്നത് CY ആയിരിക്കണം. അതേപോലെ കെമിക്കൽ എഞ്ചിനീയറുകാർക്കും ഇതിൽ നിറയെ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് അവരുടെ ഏതൊക്കെയാണ് ബ്രാഞ്ചസ് അപ്ലിക്കബിൾ എന്ന് നോക്കണം. അതിലും വാലിഡ് ഗേറ്റ് സ്കോർ വളരെ നിർബന്ധമാണ്. അതേപോലെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുമ്പോഴും അതേപോലെ തന്നെയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. അതിലും പ്രത്യേകം പറയുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഒരിക്കലും അതിലും വേണം വാലിഡ് ഗേറ്റ് സ്കോർ AE എന്ന് പറയുന്നത്. അതേപോലെ മാത്തമാറ്റിക്സ് ഉള്ളവർക്കും ചെയ്യാൻ വാലിഡ് ഗേറ്റ് സ്കോറിൻ്റെ എന്ന് പറയുന്നത് MA ആണ്. അതേപോലെ സിവിൽ എഞ്ചിനീയറുകാർക്കും അതേപോലെ ഗേറ്റ് കോഡ് ഉണ്ട് CE എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാം. അതേപോലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും അപേക്ഷിക്കാം. ടോട്ടലി 10 വേക്കൻസീസ് ആണ് ഉള്ളത്. അവർ 10 വേക്കൻസീസിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് ക്വാളിഫൈഡ് ഇൻ നെറ്റ് എക്സാം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സബ്ജക്റ്റ് കോഡ് 04 എന്നും പറയുന്നുണ്ട്. പിന്നെ കാൻഡിഡേറ്റ്സ് ഡ്യൂ ടു അപ്പിയർ ഫോർ ദി നെറ്റ് എക്സാം ഓഫ് June 2020 may also apply the subject to the declaration as per format available in the RAC. അപ്പോൾ ഇത് പറഞ്ഞ പോലെ നമ്മൾ നോക്കണം. ഇത്രയും വിഭാഗക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം ഇതിൽ കുറച്ച് റൂൾസ് എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ CGPA എങ്ങനെയാണ് ഉള്ളത് എന്ന് പറയുന്ന കാര്യം പറയുന്നുണ്ട്. അതേപോലെ PWD കാർക്ക് OH കാർക്ക് എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ ഫൈനൽ ഇയർ എക്സാമിന് അപേക്ഷിക്കേണ്ടവർ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ലാസ്റ്റ് ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ട് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാൻ. അതേപോലെ ഇനി എത്രയാണ് മിനിമം ഏജ് നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ UR എന്ന് പറഞ്ഞാൽ 28 മാക്സിമം വയസ്സ്. OBC-കാർക്ക് 31, SC/ST-കാർക്കാണെങ്കിൽ 33 ആണ് ഏജ്. അപ്പോൾ ഇവിടെ സബ്ജക്ട്സ് ആൻഡ് ഡിസിപ്ലിൻസ് സമ്മറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എത്രയൊക്കെയാണ് വേണ്ടത്. നമ്മളപ്പോൾ നോക്കിയ കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ റിലാക്സേഷൻ എന്തൊക്കെയാണ് സാധാരണ എല്ലാ റിക്രൂട്ട്മെൻറ്റിലുള്ള റിലാക്സേഷൻസ് ആണുള്ളത്. ഇന്ത്യൻസിന് മാത്രമാണ് അപ്ലിക്കബിൾ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഈ സൈറ്റിൽ കയറിയിട്ട് RAC.gov.in ചെയ്യുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൽ എക്സാമിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ, അപേക്ഷ സ്വീകരിക്കുള്ളൂ. അതുപോലെ ലോക്കിംഗ് ഡേറ്റിന് മുമ്പ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യണം. ഫീസ് ഉണ്ടെങ്കിൽ ഫീസ് പേ ചെയ്യണം. ഫീസ് എക്സംഷൻ ഉള്ളവർക്ക് ഫീസ് എക്സംഷൻ ഉണ്ട്. അതേപോലെ ബാക്കി ഗേറ്റ് സ്കോറുകൾ കറക്റ്റായിട്ട് കൊടുക്കണം. അങ്ങനെ ഗേറ്റ് സ്കോറിൽ എന്തെങ്കിലും തെറ്റായിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ നോട്ട് ഗെറ്റ് ഷോർട്ട് ലിസ്റ്റഡ്, എന്നാൽ കാൻഡിഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രൂട്ടിനിയിൽ നിന്നും പുറത്താകുമെന്നാണ് പറയുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറയുന്നുണ്ട്. പിന്നെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, വാലിഡ് ഗേറ്റ് സ്കോർ, നെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ പറയുന്നുണ്ട്. പിന്നെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപ. SC/ST അല്ലെങ്കിൽ PWD ആൻഡ് വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല.
അത് കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിങ് ആൻഡ് ഷോർട്ട് ലിസ്റ്റ് എങ്ങനെയാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഗേജ് സ്കോർ വെച്ചിട്ട് തന്നെയാണ് ആദ്യം കാറ്റഗറി 1-ന് സ്ക്രീനിങ് ആൻഡ് ഷോർട്ട് ലിസ്റ്റ് ആണ് ഗേജ് സ്കോർ വെച്ചിട്ട് തന്നെയാണ് ആദ്യം ചെയ്യുന്നത് 1:25 എന്നുള്ള റേഷ്യോ. എന്നാൽ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ആവണതിൻ്റെ ആളുടെ 25% മാർക്ക് താഴെ പോകാത്തുള്ള ഗേജ് സ്കോറുള്ളവരെയൊക്കെയാണ് ഇതിൽ എടുക്കുന്നത്. പിന്നെ NIT IIT അവരുടെ ക്വാളിഫിക്കേഷൻസ് ഉള്ള അത് വെച്ചിട്ടും നോക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം 1:5 എന്നുള്ള റേഷ്യോയിലാണ് അടുത്ത ഇൻ്റർവ്യൂവിലേക്ക് വിളിക്കുന്നത്. അതിന് പാർട്ട് 2-ൻ്റെ അണ്ടറിൽ വരുന്നവരെയാണെന്നുണ്ടെങ്കിൽ 1:5 എന്നുള്ള റേഷ്യോയിലാണ് വാലിഡ് ഗേജ് സ്കോറൊക്കെ നോക്കും. പാർട്ട് 3-ലുള്ളവരാണെന്നുണ്ടെങ്കിലും അതുതന്നെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുന്നത് പേപ്പർ ബേസ്ഡ് ഫോർമാറ്റാണ്. UPSC മെയിൻസ് എക്സാം നടത്തുന്നത് പോലെ ഉള്ളതാണ്. സിലബസ് RICയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എവിടെയൊക്കെ നടത്തും എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, കാൺപൂർ, കൊൽക്കത്ത ആൻഡ് പൂനെ ആസ് വെൽ ആസ് അതർ കോമൺ സെൻറ്റേഴ്സ് അവിടെയൊക്കെ ഉണ്ടാവും എന്നാണ് ഉള്ളത്. RICക്ക് എങ്ങനെ വേണമെങ്കിലും സെൻറ്റേഴ്സ് അറേഞ്ച് ചെയ്യാനുള്ള ഇത് പറയുന്നുണ്ട്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ എക്സാം ഏകദേശം ഒക്ടോബർ 2020 നടക്കും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റഡ് ബേസ്ഡ് ഓൺ ദി ഗേജ് സ്കോർ, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനുള്ള മാർക്ക്, പേഴ്സണൽ ഇൻ്റർവ്യൂ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് സെലക്ഷൻ പ്രോസസ്സ് അത് നടക്കുക. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകും. അതൊക്കെയാണ് അതിൽ പറയുന്നത്. അതേപോലെ ഇതിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80% മാർക്കും 20% വെയിറ്റേജ് ഫോർ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് ഓരോന്നിലും വരുന്നുണ്ട്. 80% ഓഫ് ഗേജ് സ്കോർ അത് ഓരോന്നിലും ഓരോന്നാണ്. പാർട്ട് 1-ലാണെങ്കിൽ 80% ഫോർ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആൻഡ് 20% ഫോർ പേഴ്സണൽ ഇൻ്റർവ്യൂ. രണ്ടാമത്തേൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80% ഓഫ് ഗേജ് സ്കോറും 20% ഫോർ പേഴ്സണൽ. അതൊക്കെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയയിൽ വരുന്നത്. പാർട്ട് 3-ക്കും അതേപോലെ 80% ഓഫ് അഗ്രിഗേറ്റ് മാർക്കും ഒക്കെയാണ് നോക്കുന്നത്. PWDക്കാർക്കും അതേപോലെ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്, ലയബിലിറ്റി ടു സർവീസ് ഓൾ ഇന്ത്യ, അക്രോസ് ഇന്ത്യ എവിടെ വേണമെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21 ജൂലൈ. അതിനാൽ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് അപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും അതേപോലെ തന്നെയാണ്. നമുക്ക് ഫോണിൽ അലേർട്ട് വരും, SMS വരും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പിന്നെ മിസ്റെപ്രസെൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യും. അത് സാധാരണ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറയാം. താങ്ക് യു.